ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ് ക്ലാസ് 7. സോ ഏതൊരു എക്സാം വൈ സ്റ്റുഡൻറ്റും വളരെ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നത് ഈ വർഷത്തെ വെൽക്കം കിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 7ാം ക്ലാസ്സിലെ മക്കൾക്കുള്ള എക്സാം വൈ വെൽക്കം കിറ്റ് ആണ്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വളരെ പുതുമകളുമായിട്ടാണ് ഈ വർഷത്തെ വെൽക്കം കിറ്റ് വരുന്നത്. സോ ലെറ്റ്സ് അൺബോക്സ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു എക്സാം വൈ വെൽക്കം നോട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ പെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള പഠന ഉപകരണങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ലഞ്ച് കിറ്റ് വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് റിവൈസ് ചെയ്യാനുള്ള കുറച്ച് ചാർട്ടുകളാണ്. ഇതിൽ ഫിസിക്സിന്റെ ചാർട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മാത്സ് വരുന്നുണ്ട്. മാത്സിലെ പ്രധാനപ്പെട്ട എല്ലാ ഇക്വേഷൻസും ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബയോളജി ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കെമിസ്ട്രിയും ഇതിൻ്റെ കൂടെ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു മുകളിൽ ഒട്ടിച്ച് വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ അല്ലേ, നമ്മൾ ഫോർമുലാസ് ഒരുപാട് മറന്നു പോകുന്ന ഒരു സിനാരിയോസ് മാത്സിന്റെ കേസിൽ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ ഫോർമുലാസ് മറന്നുപോയി എന്നുള്ള രൂപത്തിൽ സ്റ്റുഡൻസ് പറയാറുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് വരുന്നത് എക്സ് പ്ലാൻ വൈ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ജേർണൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വോൾ ഇയർ, ആ ഒരു ഇയറിലെ കാര്യങ്ങളും മറ്റൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റുഡൻസ് ജേർണൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് നിങ്ങളുടെ മെന്ററിനെ കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എക്സാമിനെ കുറിച്ച്, നിങ്ങളുടെ ഡ്രീം കോളേജിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതി വെക്കാം. ഇതിൽ അതിനായിട്ടുള്ള സ്പെസിഫിക് കോളം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡീസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ മാർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചാർട്ടും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് എക്സാംസ്, ഇപ്പോൾ ക്വാർട്ടർലി എക്സാം, ഹാഫ് ഇയർലി എക്സാം, ഫൈനൽ എക്സാമിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള എക്സാം പ്ലാനർ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ടൂൾ ബോക്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഡിഫറെൻറ്റ് ടൂൾസിന്റെ ഒരു QR കോഡാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൂൾ അവൈലബിൾ ആവുന്ന രൂപത്തിലാണ് കൃത്യമായിട്ട് ഇതിൽ ഡിജിറ്റൽ ടൂൾ ബോക്സിന്റെ QR കോഡ്സ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് കുറച്ച് എക്സാം റിലേറ്റഡ് സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഫാക്കൽറ്റീസിന്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് കാണാം. സാൻഡിമാൻ ഉണ്ട്, എക്സാം വൈയുടെ ലോഗോ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കൃത്യമായിട്ട് ഇങ്ങനൊരു സ്റ്റിക്കറും നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഇപ്പോൾ മോസ്റ്റ് പ്രോബ്ലി കൂടുതൽ കുട്ടികളും ക്ലാസ്സസും മറ്റൊക്കെ കാണാറുള്ളത് മൊബൈൽ ഫോണിലായിരിക്കും. അപ്പോൾ അവർക്ക് മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഫോൺ ഹോൾഡറും കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സാം വൈൻ്റെ ലോഗോ ഒക്കെ ഉള്ള ഒരു മൊബൈൽ ഫോൺ ഹോൾഡറും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരുന്നത്, നമ്മുടെ എക്സാം വൈയുടെ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വർക്ക് ബുക്സ്. അപ്പോൾ അതിലൊരു പുതുമ കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ ലാസ്റ്റ് വരാം. ഇതാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ മക്കൾക്കുള്ള മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. അതിനുശേഷം ഇതിന്റെ തന്നെ വർക്ക് ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതേ ചാപ്റ്ററിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ബുക്കിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ആ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക് ബുക്കിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 3 ലെവലിലായിട്ടാണ് നമ്മൾ വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്ന. അപ്പോൾ ഇതിൽ ലെവൽ 1 എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള, അതായത് ചാപ്റ്റർ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലെവൽ 2 ഒരു മിഡ് റേഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലെവൽ 3 ഒരു കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ ഒരു ഹാർഡ് ലെവൽ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ 3 അല്ലെങ്കിൽ ഈ ഒരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻ നമ്മൾ ആപ്പിൽ കൃത്യമായിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട്, ഓൾറെഡി അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട്. സയൻസിന് ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ വർക്ക് ബുക്കും ഒരൊറ്റ ബുക്കിലായിട്ട് തന്നെയാണ്. അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ആയിട്ട് തന്നെ, അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ വർക്ക് ബുക്ക്, അതിന്റെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെന്റ് ലെവൽസ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 ടെക്സ്റ്റ് ബുക്കാണ് സയൻസിന്റെ കേസിൽ നമുക്ക് വരുന്നത്. പാർട്ട് 1ഉം അതുപോലെ തന്നെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കുകളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് സയൻസിന്റെ കേസിൽ വരുന്നത്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പുതുമ എന്ന് പറയുന്നത്. ഒരു അഡീഷണൽ ബുക്ക്ലെറ്റും കൂടി ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷന്റെ കിറ്റിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അഡീഷണൽ ബുക്ക്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചിലപ്പോൾ SCERT സിലബസിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ NCERT സിലബസിലായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചാപ്റ്ററും ചിലപ്പം കോർ ഫൗണ്ടേഷൻ സിലബസിൽ നമ്മൾ കവർ ചെയ്ത് പോകണമെന്നില്ല.
അപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മളുടെ ഫൗണ്ടേഷൻ ബുക്കിൽ കടന്നു പോവാത്തതുണ്ടെങ്കിൽ, ഇപ്പൊ മാത്സിലായിക്കോട്ടെ അല്ലെങ്കിൽ സയൻസിലായിക്കോട്ടെ, കടന്നു പോവാത്തൊരു ചാപ്റ്ററോ ടോപ്പിക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കവർ ചെയ്യുന്നത് അഡീഷണൽ ബുക്ക്ലെറ്റിലാണ്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ വർക്ക് ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പൊ അഡീഷണൽ ബുക്ക്ലെറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെയാണ് അതിന്റെ വർക്ക് ബുക്ക് വരിക. ഒരു ഡിഫറെന്റ് ബുക്ക് ആയിട്ടല്ല വർക്ക് ബുക്ക് കൊടുക്കുന്നത്. ഒരു ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന രൂപത്തിലാണ്. അപ്പൊ സയൻസിനും മാത്സിനും കൂടി ഒരൊറ്റ ബുക്ക്ലെറ്റ് ആണ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിലൂടെ നിങ്ങൾ ഓൾ സ്കൂൾ ചാപ്റ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കവർ ചെയ്യപ്പെടും. അതുപോലെ ഈ ബുക്ക്ലെറ്റിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അക്കാഡമിക് ഇയറിലൊക്കെ നല്ല രീതിയിൽ ഡിഫറെന്റ് എക്സാംസിൽ സ്കോർ ചെയ്തിട്ടുള്ള അല്ല എന്തെങ്കിലും ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള കുറച്ച് പേരുടെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ നമുക്ക് RMO ക്വാളിഫയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ IJSOയിൽ ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ള അസാൻ ജലീലിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ IOQ 2025 ക്വാളിഫയേഴ്സിന്റെ പിക്ചർ ഒരുപാട് പേരുണ്ട്, അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. IOQ എന്ന് പറയുന്നത് മാത്ത് ഒളിമ്പ്യാഡിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണ്. അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആണ്. ഇത്രയും പേര് നമ്മുടെ എക്സാം വൈയിൽ നിന്ന് ലാസ്റ്റ് ഇയറിൽ IOQ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എക്സ്പെക്ട് എക്സാമിന്റെ ടോപ്പേഴ്സ്, അതായത് എക്സാം വൈയുടെ ആനുവൽ എക്സാമിനേഷൻ ആണ് എക്സ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ നിങ്ങളും ടോപ്പേഴ്സ് ആയി കഴിഞ്ഞാൽ അതിന്റെ വർഷം വരുന്ന ബുക്ക്ലെറ്റിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ബോക്സിലേക്ക് വന്നില്ല. ബോക്സിന്റെ ഡിസൈനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റീസിനൊക്കെ തന്നെ നമ്മുടെ അജ്മൽ സാറിന്റെ ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫാക്കൽറ്റീസിനൊക്കെ തന്നെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് പൂജ മോഹന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് ഇയറിൽ കേരള ലക്ഷദ്വീപ് റീജിയനിൽ RMO ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു പൂജ മോഹൻ. നമ്മുടെ എക്സാം വൈ JEE സ്റ്റുഡന്റ് ആണ് പൂജ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് അസാൻ ജലീൽ മുഹമ്മദിന്റെ ഫോട്ടോ കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഖത്തറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് IJSOയിൽ ഇന്റർനാഷണൽ ലെവലിൽ ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ള ആളാണ് അസാൻ ജലീൽ മുഹമ്മദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽക്കം കിറ്റിന്റെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ എക്സാം വൈയിൽ അഡ്മിഷൻ എടുത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെൽക്കം കിറ്റ് അവരുടെ വീടുകളിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിന് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയം ഇനിയും അവസാനിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.